എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളെ അതുൻ്റെ സ്കൂളിൽ ഓറിയൻറ്റേഷൻ ഡേക്ക് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അതിൻ്റെ പോകുമ്പോഴുള്ള വിശേഷങ്ങളും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കൂള് അജ്മാനിലാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ കൊടുക്കട്ടോ. Someone no, it is the result of the cooperation and the support what you people all കുറച്ചൊക്കെ പോസ്റ്റ് കിട്ടിയെങ്കിലും മീറ്റിംഗ് അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് ബസ് അങ്കിളിനെയൊക്കെ കണ്ട് നമ്പറൊക്കെ വാങ്ങിയെടുത്ത് അങ്ങനെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് സ്കൂളിലെ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. മിസ്സിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടായിരുന്നു അതുൻ്റെത്. കാരണം ആദ്യമായിട്ട് നമ്മൾ അതുവിന് സ്കൂളിലേക്ക് വിടുകയാണ്. ഇവിടെ ഒരു നഴ്സറിയിലാവും പോവുണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ റൂൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടീനെ നമ്മൾ കൊണ്ടാക്കുക, തിരിച്ച് നമ്മൾ തന്നെ എടുത്തിട്ട് വരിക, അങ്ങനെ ഇരുന്ന് നടന്നു പോകാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അവനെ ബസ്സിലും ഒക്കെ വിടണം. പോരാത്തിനൊരു സ്കൂളിലേക്ക് വിടുന്നത് കുറേ കുട്ടികളുള്ള ഒരു സ്ഥാപനമല്ലേ. അപ്പോൾ അതിൻ്റെതായ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. നാട്ടിൽ പിന്നെ നമ്മളൊക്കെ പോയ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ അറിയാം. ഇവിടുത്തെ സ്കൂളിൻ്റെത് എങ്ങനെയാണ് ഒന്നും അറിയാത്തത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവർക്ക് ട്രോളി ബാഗ് അലൗഡ് അല്ല സ്കൂളിൽ. അപ്പോൾ അതൊക്കെ മീറ്റിങ്ങിന് പോയതുകൊണ്ടാണ് അറിഞ്ഞത്. അങ്ങനെ അവനക്ക് വേണ്ട ബാഗും പിന്നെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടി നെസ്റ്റോയ്ക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിലിരുന്നിട്ടേ ഇല്ല. ഉച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് രാത്രി ഒരു 2 മണിക്കാണ് തിരിച്ചെത്തണത് കേട്ടോ. അതിൻ്റെ വിശേഷം ഞാൻ ബാക്കി വഴിയേ പറയാം. അങ്ങനെ അതിന് വേണ്ടതെല്ലാം നോക്കിയെടുത്തു. അവനക്ക് ആണെങ്കിൽ ഷോപ്പിംഗ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് എൻ്റെ പോലെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് എത്ര വയ്യാതെ ഞാൻ ഇരിക്കുകയാണെങ്കിലും എന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വിളിച്ചാൽ ഞാൻ പോകും. ഷോപ്പിംഗ് ചെയ്യാൻ നല്ല പൊതുവെ പുറത്ത് എന്തിനു വേണ്ടിയിട്ട് വിളിച്ചാലും പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും അങ്ങനെ കേട്ടോ. ഇവിടെ ഒരു മസാജ് സീറ്റർ കണ്ടപ്പോൾ അതുവിന് അത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനാണെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു ശരീരം അവിടെ സീറ്റിൽ ഫുള്ള് കൊള്ളുന്നുണ്ടായിരുന്നില്ല. എവിടെയോ ഒരു ഭാഗത്തൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ആൾക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് വൈറ്റ് ഷൂവും ബ്ലാക്ക് ഷൂവും ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. വൈറ്റ് സോക്സ് മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയെടുത്ത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഫുഡ് കഴിച്ച് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോയത് വേറെ എവിടേക്കുമല്ല, അനിയൻ്റെ അടുത്തേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അനിയന് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അവൻ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോയപ്പോൾ ലഗേജ് നമ്മളെടുത്തായിരുന്നു. നമ്മളാണ് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു വിടുന്നത്. അപ്പോൾ അവനക്ക് വേണ്ട ലഗേജ് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ പോയത് ഞാനും അനിയനും അതും കൂടിയാണ് പോയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടോ പോയത്. അവർക്ക് വണ്ടി ഉണ്ട്. അപ്പോൾ അവരങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവരെ കൂടെ പോയത്. ഇതാണ് കേട്ടോ അച്ചുവാവ, അതുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. രണ്ടാളും ആകെ 10 ദിവസത്തെ മാറ്റമുള്ളൂ കേട്ടോ. രണ്ടാളുടെയും ബർത്ത്ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാളും 10 ദിവസത്തെ ഡിഫറൻസിൽ അങ്ങനെയാണ്. ഞങ്ങൾ അമ്മമാർ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ മക്കളും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് അനിയന്. അവന് ലഗേജൊക്കെ ഇറക്കി വെക്കാം കേട്ടോ. കാർട്ടൂൺ ബോക്സിൽ അങ്ങനെ കെട്ടിയിട്ട് അവന് കൊടുത്തു. അത് കഴിഞ്ഞ് സിമ്മൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അതൊക്കെ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു. എപ്പോഴാണ് പോണേ, എങ്ങനെ പോണേ, അവർ വണ്ടിയൊക്കെ ഉണ്ടോ അവിടുന്ന്. അവൻ മാത്രമല്ലല്ലോ, കുറേ കുട്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതും അച്ചുവാവി അതിലിങ്ങനെ കളിക്കുമായിരുന്നു രണ്ടാളും. അവർക്ക് ഏതെങ്കിലും ഒഴിഞ്ഞ സ്പേസ് കിട്ടിയ രണ്ടാളും ഭയങ്കര കളിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മാമൻ്റെ കൂടെ കുറേ നേരം കൊഞ്ചിയൊക്കെ നിന്നു. അതുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൻ പോവുകയാണെന്നുള്ളത്. കാരണം ഞങ്ങളതിന് മുമ്പ് പറഞ്ഞിരുന്നത് ഹസ്ബൻഡിൻ്റെ അനിയൻ പോവുകയാണെന്നാണ് കേട്ടോ. അങ്ങനെ അവനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴും അതുവിനോട് ബായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് സത്യമാണോ മാമൻ പോകണുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഡെലനയൊക്കെ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്കും ആക്കി തന്നു. അങ്ങനെ അവരും പോയിട്ടോ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വേറൊരു വ്ളോഗുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.